ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം. അതുപോലെ ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം. ഈ സമയത്തെ നിങ്ങളുടെ എനർജി എന്താണ് എന്ന് നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ്. ഓക്കെ, ഇവിടെ ഫസ്റ്റ് തന്നെ 4 ഓഫ് സോർഡ്സിൻ്റെ ഒരു എനർജിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു പെയിൻഫുള്ളായിട്ടുള്ള ആ ഒരു സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതം വഴിമാറി ഓൾറെഡി വേറൊരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ബ്ലെസ്സിങ്സിനെ റിസീവ് ചെയ്യുവാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. 4 ഓഫ് സോർഡ്സ് എന്ന് പറയുന്നത് വളരെ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ശരിക്കും ഒരു ഡിവൈൻ പ്രൊട്ടക്ഷൻ ഉണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ വിളിക്കുന്ന ദൈവങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തികൾ നിങ്ങളെ ഒരു കാലത്തും കൈവിടില്ല എന്നുള്ളതിൻ്റെ ഒരു മെസ്സേജാണ് ഇതിൽ നിന്ന് ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഒന്ന് റെസ്റ്റ് എടുക്കണം എന്നൊക്കെ തോന്നുന്ന ഒരു എനർജിയാണ്. പിന്നെ ഈ ഒരു സമയത്ത് മെഡിറ്റേഷനൊക്കെ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകുന്നതിനുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് ഇൻഡ്യൂഷനായിട്ട് ലഭിക്കും എന്നുള്ളതാണ്. അപ്പോൾ കൂടുതലായിട്ടും കുറേ ആൾക്കാർക്കും ഈ ഒരു സമയം നന്നായിട്ടൊന്ന് ഉറങ്ങണം അല്ലെങ്കിൽ ഒന്ന് റെസ്റ്റ് എടുക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുടെ ഒരു എനർജിയാണ് ഇതിൽ ആദ്യം തന്നെ വന്നിട്ടുള്ളത്. പിന്നെ രണ്ടാമത് വന്നിട്ടുള്ളത് 6 ഓഫ് വാൺസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഈ സമയം ഒരുപാട് സന്തോഷമൊക്കെ ഉള്ള ഒരു എനർജിയാണ് ഇതിനകത്ത്. നിങ്ങൾ എത്രമാത്രം വിഷമിക്കുന്നുണ്ടോ അതിനൊരു നന്മ നിങ്ങൾക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു വിഷമത്തിൻ്റെ എനർജിയിൽ തന്നെ ഇരിക്കാതിരിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ എഫേർട്ടിനുള്ള ഫലം നിങ്ങൾക്ക് ഡിവൈൻ നൽകുന്നുണ്ട്. നിങ്ങളുടെ കർമ്മഫലം നിങ്ങൾക്ക് വരുന്നു എന്നുള്ളതാണ്. അതുപോലെ ഈ സമയം വിക്ടറിയാണ്. മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങൾക്ക് വിജയിച്ച് കാണിച്ചു കൊടുക്കുവാനുള്ള കുറേ അനുഭവങ്ങൾ അല്ലെങ്കിൽ കുറേ സാഹചര്യങ്ങൾ ഇതൊക്കെ ദൈവം തരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾ റിസീവ് ചെയ്യാൻ ശ്രമിക്കുക. ഇതിൽ കുറേ ആൾക്കാർക്ക് ഈ സമയം ഒരു ട്രാവലിൻ്റെ എനർജിയും കാണുന്നുണ്ട്. നിങ്ങൾ ഒറ്റയ്ക്ക് എവിടേക്കെങ്കിലും ട്രാവൽ ചെയ്യുന്ന ഒരു എനർജിയാണ്. പിന്നെ മറ്റുള്ളവർ നിങ്ങളെ ആദരിക്കുന്ന ഒരു എനർജിയും ഇതിൽ കാണുന്നുണ്ട്. അതായത് പാസ്റ്റിൽ നിങ്ങളെ വിഷമിപ്പിച്ചിരുന്ന അല്ലെങ്കിൽ നിങ്ങളെ തള്ളിപ്പറഞ്ഞിരുന്ന നിങ്ങളെ ചവിട്ടി താത്തിയിരുന്നവരുടെ മുന്നിൽ ജയിച്ച് കാണിക്കുവാനുള്ളൊരു അവസരം ഈ സമയം പ്രപഞ്ചശക്തി തരുന്നു എന്നുള്ളതാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ നിങ്ങളെ വളരെ അത്ഭുതത്തോടെ നോക്കിക്കാണുന്ന സാഹചര്യങ്ങൾ വന്നെത്തുന്നു എന്നുള്ളതാണ്. ഈ സമയം മറ്റുള്ളവരുടെ ശ്രദ്ധ നിങ്ങൾക്ക് ആകർഷിച്ചെടുക്കാൻ സാധിക്കും. അത്തരത്തിലുള്ള പല അനുഭവങ്ങളും ഈ സമയം നിങ്ങൾക്ക് വരുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ കർമ്മഫലം നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ പ്രമോഷന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രമോഷൻ പോലുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. അതിനുള്ള സാധ്യതയും ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ട്.
പിന്നെ ഇവിടെ ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയം റിലേഷൻഷിപ്പിൽ ബ്രേക്കപ്പ് ആയി പോയവർക്കും അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങളിലൊക്കെ ഇരിക്കുന്നവർക്കും നല്ലൊരു സമയമാണ് എന്നാണ്. നല്ലപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികൾ അവരിൽ നിന്നും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലുള്ളൊരു സ്നേഹം അല്ലെങ്കിൽ ഒരു സപ്പോർട്ടൊക്കെ ഈ സമയം നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾ തിരിച്ചും അങ്ങനെ തന്നെ കൊടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. പിന്നെ ഈ സമയം ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി നിങ്ങളിൽ നിന്ന് ഇതെല്ലാം ആഗ്രഹിക്കും. നിങ്ങളുടെ ഒരു സപ്പോർട്ട് വേണമെന്നും അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹം വേണമെന്നും ഒക്കെ ആഗ്രഹിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ വ്യക്തി കൂടെ വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളൊന്ന് താന്നു കൊടുക്കുക. അതല്ല, നമുക്കൊരു തരത്തിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ വിട്ടുപോകുന്നതാണ് നല്ലത്. കാരണം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റിന് നിൽക്കാതിരിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഈ ഒരാളെ എനിക്ക് വേണം, എനിക്ക് അത്രയും പ്രിയപ്പെട്ട ഒരാളാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ആൾക്കാരെ നിങ്ങൾ പൂർണ്ണമായും സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയം അത് പറഞ്ഞു തീർക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഈ സമയം നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയിൽ നിന്നും സപ്പോർട്ട് ലഭിക്കും എന്നാണ് കാണുന്നത്. തിരിച്ചും നിങ്ങളൊരു സപ്പോർട്ട് കൊടുക്കണം എന്നാണ്. ഇതൊരു സോൾ കണക്ഷനുള്ള റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് വരുന്നതായിരിക്കാം, അങ്ങനെയും കാണുന്നുണ്ട്. അതിനാൽ തന്നെ ഈ വ്യക്തിക്ക് എവിടെ പോയാലും നിങ്ങളിലേക്ക് തിരിച്ചു വരാതിരിക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ഇവിടെ കിങ് ഓഫ് സോർഡ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ കർക്കശമായ തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കേണ്ടി വരും എന്നുള്ളതാണ് ഈ ഒരു സമയം. പക്ഷേ അത് നിങ്ങൾ മനസ്സുകൊണ്ടാണ്, അല്ലാതെ പുറത്തത് കാണിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിലൊക്കെ മാറ്റം വരുത്തി, പക്ഷേ അത് വളരെ സീക്രട്ടായിട്ട് നിങ്ങൾ വയ്ക്കും എന്നാണ്. അങ്ങനെ ഒരു സ്ട്രാറ്റജി ആണ് നിങ്ങൾക്കുള്ളത് എന്നുള്ളതാണ്. അതായത് ഒരു തന്ത്രം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സമയം മനസ്സിലാകുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഓപ്പണായിട്ട് പറഞ്ഞ് മറ്റുള്ളവരെ അറിയിച്ച് അതൊന്നും ചെയ്യണ്ട എന്നുള്ളതാണ്. അതായത് പാസ്റ്റിൽ നിങ്ങൾ എന്താണോ ചെയ്തിരുന്നത് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ആണ് ഇപ്പോൾ നിങ്ങൾ തീരുമാനിക്കുന്നത്. പക്ഷേ ഒരിക്കലും നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാരോട് അത് നിങ്ങൾ പറയുന്നില്ല എന്നുള്ളതാണ്. എല്ലാ കാര്യങ്ങളും വസ്തുനിഷ്ഠമായിട്ട് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. എല്ലാ കാര്യത്തിനും തെറ്റും ശരിയും അതിൻ്റെ യാഥാർത്ഥ്യവുമൊക്കെ കണ്ടെത്തി അത് നല്ലൊരു ക്വാളിറ്റി ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിലൊരു അടുക്കും ചിട്ടയും ഒക്കെ വരുത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ സംസാരത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തിയിൽ, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിൽ, നിങ്ങളുടെ അപ്പിയറൻസിലൊക്കെ വളരെ വലിയ മാറ്റങ്ങൾ വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്, ചിലപ്പോൾ നിങ്ങളുടെ ഹെയർ സ്റ്റൈലിലൊക്കെ മാറ്റം വരുത്തണം, അല്ലെങ്കിൽ നിങ്ങളുടെ സംസാരത്തിൻ്റെ ആ ഒരു ശൈലി മാറ്റണം. അതായത് ചിലപ്പോൾ ദേഷ്യപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതൊന്നും വേണ്ട എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയം മറ്റുള്ളവർ അറിയാതെ ഒന്ന് ചേഞ്ച് ചെയ്യണം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് മൊത്തത്തിലൊന്ന് ചേഞ്ച് ചെയ്യണം എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ വളരെ ശക്തമായ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ ഇവിടെ ഇമോഷൻസിനൊന്നും പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. പിന്നെ ഇവിടെ ഹാങ്ഡ് മാൻ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വിട്ടുകളയാൻ പറ്റാത്ത തരത്തിൽ അത്രയും വലിയ പെയിൻ നിങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഹീലായി കഴിഞ്ഞിട്ടുണ്ടായിരിക്കാം. ചില ആൾക്കാർ ഇപ്പോൾ ഒരു പുതിയ പ്രതീക്ഷയിൽ ഇരിക്കുന്ന ഒരു എനർജിയാണ്. നിങ്ങൾക്കൊരു ഇന്നർ ചൈൽഡ് ഹീലിംഗ് ഒക്കെ നടക്കുന്നുണ്ടായിരിക്കാം. അതുപോലെ തന്നെ
നിങ്ങളെ പാസ്റ്റിൽ വേദനിപ്പിച്ച ആ ഒരു കാര്യം അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളതിൻ്റെ ഒരു തിരിച്ചറിവ് ഈ സമയം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് എന്നാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ ഈ സമയം വേറൊരു രീതിയിൽ കാര്യങ്ങളെ കാണാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ഇത്രയും കാലം കണ്ടതുപോലെ അല്ല, നിങ്ങൾക്ക് ചില കാര്യത്തിൽ തിരിച്ചറിവ് വരുന്നു എന്നുള്ളതാണ്. പുതിയൊരു വീക്ഷണത്തിലൂടെ മറ്റൊരു കാര്യത്തെ കാണാൻ തുടങ്ങുന്നു എന്നാണ്. പിന്നെ നിങ്ങൾക്കൊരു പുതിയ പ്രകാശം വന്നതുപോലെ ഒക്കെ തോന്നും. ചിലപ്പോൾ ചില ആൾക്കാർക്ക് സ്പിരിച്വൽ എക്സ്പീരിയൻസ് ഉണ്ടാകാനുള്ളൊരു സാധ്യതയുമുണ്ട്. ചില തിരിച്ചറിവുകൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അത് നിങ്ങൾ ഇതുവരെ വിചാരിക്കാതിരുന്ന കാര്യങ്ങൾ, അതായത് അങ്ങനെയൊന്നും സംഭവിക്കില്ല അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ നിങ്ങൾ വിചാരിച്ചിരുന്ന കാര്യങ്ങൾ, അങ്ങനെയുള്ള ആൾക്കാർക്ക് അങ്ങനെയൊരു കാര്യമുണ്ട് എന്ന്, അതായത് അത് സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യമാണ് ഈ പറയുന്നത്. അപ്പോൾ അങ്ങനെയൊരു കാര്യമുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയുന്ന ഒരു സമയമാണ്. അപ്പോൾ നിങ്ങൾ യുണീക്കാണ് എന്ന് തിരിച്ചറിയുക. കാരണം നമ്മൾ മറ്റുള്ളവരെ പോലെ ആകാൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ മറ്റുള്ളവർക്ക് കിട്ടുന്ന അറ്റൻഷൻ നമുക്ക് വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കും. അത് ഫിസിക്കൽ അപ്പിയറൻസിലായാലും അല്ലെങ്കിൽ ചില ചിന്തകളിലായാലും അങ്ങനെയൊക്കെ നമ്മൾ വേറൊരാളിൻ്റെ കോപ്പി ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ യുണീക്കാണ് എന്ന്. നിങ്ങളെപ്പോലെ നിങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കഴിവുകളിൽ വിശ്വസിക്കുക, നമ്മുടെ കുറവുകൾ മനസ്സിലാക്കി നമ്മളെ നമ്മളായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്കൊരു തിരിച്ചറിവ് വരുന്നു എന്നുള്ളതാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ മജീഷ്യൻ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു സമയം മാജിക്ക് നടക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് ഏത് തരത്തിലുമാവാം. അത് പൈസയായിട്ടാകാം, റിലേഷൻഷിപ്പിലാകാം, കരിയറിലാകാം. അപ്പോൾ മാജിക് എപ്പോഴും ഉണ്ട്, പക്ഷേ നമ്മളത് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മൾ നെഗറ്റീവ് ആകുമ്പോൾ ആ ഒരു മാജിക്ക് നമ്മുടെ ജീവിതത്തിൽ വരാതെ പോകുന്നു എന്നുള്ളതാണ്. അതുപോലെ ഈ ഒരു സമയം എന്തൊക്കെയാണോ ആവശ്യം അതെല്ലാം നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അങ്ങനൊരു മെസ്സേജ് ഇവിടെ ഡിവൈൻ നിങ്ങൾക്ക് നൽകുന്നുണ്ട്. നിങ്ങൾ വിശ്വസിച്ചാൽ അത്ഭുതം സംഭവിക്കും എന്നാണ്. അപ്പോൾ നമ്മൾ ദൃഢമായി വിശ്വസിക്കുക. പലപ്പോഴും നമ്മൾ നമ്മുടെ ആ ഒരു ക്രിട്ടിക്കൽ മൈൻഡ് പറയും, ഓ അതൊന്നും നടക്കാൻ പോകുന്നില്ല, അല്ലെങ്കിൽ അത് സംഭവിക്കില്ല എന്നൊക്കെ. അപ്പോൾ അങ്ങനെ നമ്മൾ പറയും. പക്ഷേ അങ്ങനെ നമ്മൾ ചിന്തിക്കാതെ നമ്മൾ അന്ധമായി വിശ്വസിക്കുന്ന പല കാര്യങ്ങളും നമ്മളുടെ ലൈഫിൽ സംഭവിക്കും എന്നുള്ളതാണ്. ഒരുപക്ഷെ പല കാര്യങ്ങളും അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഈ ഒരു സമയം ഒരു മാജിക്ക് സംഭവിക്കും എന്നുള്ളതാണ്. നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുക. എന്തൊക്കെ ഒബ്സ്റ്റക്കിൾസ് ഈ ഒരു സമയം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിലും അത് മാറിപ്പോകുമെന്ന് പൂർണ്ണമായും നിങ്ങൾ വിശ്വസിക്കുക. പോസിറ്റീവായുള്ള കാര്യങ്ങൾ നിങ്ങൾ അട്രാക്റ്റ് ചെയ്തെടുക്കുക. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ചിന്തിക്കുക. മാത്രമല്ല നിങ്ങളുടെ കഴിവുകളിൽ നിങ്ങൾ വിശ്വസിക്കുക എന്നുള്ളതാണ്. പിന്നെ ഇവിടെ 2 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്, ലവേഴ്സുമുണ്ട്. അപ്പോൾ ഇതിൽ ചില ആൾക്കാർ നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും നിങ്ങൾക്ക് പ്രയോറിറ്റിയും ഒക്കെ തരുന്ന റിലേഷൻഷിപ്പിലേക്ക് പോകുന്ന ഒരു എനർജി ഉണ്ട്. നിങ്ങൾ എന്താണോ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു പാർട്ട്ണർ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് നിങ്ങൾ ആരംഭിക്കുന്നു എന്നും കാണുന്നുണ്ട്. ചില ആൾക്കാരിൽ പാസ്റ്റിൽ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന കുറേ ചലഞ്ചസൊക്കെ എൻഡാക്കി നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നാണ് കാണുന്നത്. അതുപോലെ ചില ആൾക്കാർ ഇതിൽ വീണ്ടും റീയൂണിയനൊക്കെ ഉണ്ടാകും എന്നാണ്. അപ്പോൾ പാസ്റ്റിൽ അത് കാർമിക് കണക്ഷൻ ആയിരുന്നുവെങ്കിൽ ആ കാർമിക് കണക്ഷനൊക്കെ എൻഡാക്കി നിങ്ങളത് വീണ്ടും അതിലൊരു യൂണിയൻ ഉണ്ടാക്കുന്ന ഒരു എനർജി ഉണ്ട്. അപ്പോൾ നിങ്ങളെ വിശ്വസിക്കുകയും നിങ്ങളെ ഇഷ്ടപ്പെടുകയും നിങ്ങൾക്ക് വാല്യൂ തരികയും ഒക്കെ ചെയ്യുന്ന
ബന്ധങ്ങളിലായിരിക്കണം നിങ്ങൾ നിലകൊള്ളേണ്ടത് എന്നാണ്. അങ്ങനെയല്ലാത്ത ബന്ധങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ വിട്ടുകളയണം എന്നുമാണ് ഡിവൈൻ ഈ സമയം നിങ്ങളോട് പറയുന്നത്. അതുപോലെ ഇതിലൊരു എൻഗേജ്മെൻ്റ് ഒക്കെ നടക്കുന്ന ഒരു എനർജി ഉണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു മാരേജ് ആകാം. അപ്പോൾ അത്തരത്തിലൊരു എനർജിയും ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ക്യൂൻ ഓഫ് വാൻസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾ പാസ്റ്റിൽ മറ്റൊരാളുടെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ പല കാര്യങ്ങളും എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുകയുള്ളൂ, അല്ലെങ്കിൽ അവരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ എനിക്കെല്ലാം ചെയ്യാൻ പറ്റുകയുള്ളൂ, എനിക്ക് ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ വിചാരിച്ചുവെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ ഇപ്പോൾ ചിന്തിക്കുന്നത് എനിക്ക് ആരുടെയും സപ്പോർട്ട് ആവശ്യമില്ല, എനിക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും സക്സസ്ഫുള്ളി ചെയ്തു തീർക്കാൻ സാധിക്കും എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്ന ഒരു എനർജിയാണ്. അതല്ലാന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവരെ കാണിച്ചു കൊടുത്ത ഒരു എനർജിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു സമയം ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരു സക്സസ് ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സന്തോഷവും അഭിമാനവും ഒക്കെ നിങ്ങൾക്ക് തോന്നുന്ന ഒരു സമയമാണ്. അതുപോലെ നിങ്ങൾ നിങ്ങളുടെ ഇമോഷൻസിനെ ഒന്ന് കൺട്രോൾ ചെയ്യുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. അത് ഇപ്പോൾ സന്തോഷമായാലും സങ്കടമായാലും അങ്ങനെ എന്താണെന്നുണ്ടെങ്കിലും അതിനെ കൺട്രോളിലാക്കാൻ നിങ്ങൾക്ക് പറ്റും എന്നുള്ളതാണ്. നിങ്ങളുടെ ഇമോഷൻസ് മറ്റുള്ളവർ അറിയാതിരിക്കാൻ നിങ്ങൾ ഇവിടെ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഈ സമയം പ്ലീസിങ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾ മതിയാക്കി നിങ്ങൾ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയാൻ തീരുമാനിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ കാണുന്നത്. പക്ഷേ നിങ്ങൾ പറയുന്നത് വളരെ ഹ്യൂമറസ് ആയിട്ടായിരിക്കും. നിങ്ങളത് അങ്ങനെ പറഞ്ഞ് ഫലിപ്പിക്കും, അല്ലാതെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് പറയുന്ന രീതിയല്ല. പറയേണ്ട കാര്യങ്ങൾ വളരെ ഹ്യൂമറസ് ആയിട്ട് പറഞ്ഞ് അവരെ കൺവിൻസ് ചെയ്ത് പറഞ്ഞ് മനസ്സിലാക്കും എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് നിങ്ങളോടൊരു വൈരാഗ്യവും തോന്നില്ല. അപ്പോൾ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് കേട്ടേ പറ്റുകയുള്ളൂ. അങ്ങനത്തെ ഒരു അവസ്ഥ ഈ സമയം ഉണ്ടാകുന്നു എന്നാണ് ഇതിൽ കാണുന്നത്. മാത്രമല്ല നിങ്ങളുടെ കഴിവുകളിൽ നിങ്ങൾക്ക് വിശ്വാസം വരുന്ന ഒരു സമയമാണ്. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അങ്ങനെ ആകാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഈ സമയം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. പിന്നെ ഇവിടെ കിങ് ഓഫ് കപ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെല്ലാം ചെയ്തതിൻ്റെ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഈ സമയം നിങ്ങൾക്കുണ്ടെന്നുള്ളതാണ്. പിന്നെ ഇവിടെ 7 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങൾ എല്ലാം ചെയ്തിട്ട് അതിൻ്റെ ഫലം വരാനായിട്ട് വെയിറ്റ് ചെയ്യുന്നു എന്നാണ് ഇതിൽ കാണുന്നത്. ചില കർമ്മങ്ങൾ അങ്ങനെയാണ്, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് അപ്പം തന്നെ ഫലം വരണമെന്ന് വിചാരിക്കരുത്. ചില ആൾക്കാർ പ്രാർത്ഥിക്കും, എന്തെന്നാൽ കുറേ കാലം കൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, ഫലമൊന്നും വരുന്നില്ല എന്ന് പറയും. അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് എന്നായാലും ഫലം കിട്ടും. അത് കിട്ടില്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത്. എപ്പോഴായാലും ആ ഒരു ഫലം നിങ്ങൾക്ക് കിട്ടുമെന്ന് നിങ്ങൾ ഉറപ്പിച്ച് വിശ്വസിക്കുക. അതിൽ നിങ്ങൾ അവിശ്വസിക്കാതിരിക്കുക എന്നാണ്. നമ്മളുടെ കർമ്മയാണ് നമ്മളുടെ ഫലം തീരുമാനിക്കുന്നത് എന്നുള്ളതാണ്. അതുപോലെ ഇപ്പോൾ ചെയ്യുന്ന കാര്യം ഫ്യൂച്ചറിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ് എന്നാണ്. അതിൽ നിന്നും നിങ്ങൾക്ക് ധാരാളം ലാഭം കിട്ടും എന്നാണ്. അപ്പോൾ ഇതിൽ പണം ലഭിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. അതുപോലെ നിങ്ങൾ നേച്ചറുമായിട്ട് വളരെ കണക്റ്റഡ് ആകുന്ന ഒരു സമയമാണ്. പക്ഷികളോടും മരങ്ങളോടുമൊക്കെ സംസാരിക്കാനുള്ളൊരു തോന്നൽ ഉണ്ടാകുന്ന ഒരു സമയമാണ് എന്നും കാണുന്നുണ്ട്. പിന്നെ ഇവിടെ 9 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കർമ്മഫലം നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ഈ സമയം ലക്ഷറി ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നും കാണുന്നുണ്ട്. ഈ സമയം നിങ്ങൾക്ക് ഫിനാൻഷ്യലി പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയാണ്.
അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പൈസ നിങ്ങളിലേക്ക് വരാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. നിങ്ങൾ ചെയ്ത വർക്കിനുള്ള പൈസ കിട്ടാം. അപ്പോൾ നിങ്ങളിവിടെ 7 ഓഫ് പെൻഡക്കിൾസിൻ്റെ ഒരു എനർജിയിലിരിക്കുവാണ്, ഒരു വെയിറ്റിംഗ് എനർജിയിലാണ്. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന ആ ഒരു ഫലം നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. മാത്രമല്ല പൈസയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ വളരെ ഹാപ്പി ആയിരിക്കും എന്നുള്ളതാണ്. അതായത് അബണ്ടൻസിൻ്റെ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യും എന്നാണ്. നിങ്ങൾക്ക് ഈ സമയം ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആകാൻ സാധിക്കും എന്നുള്ളതാണ്. നിങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടി പൈസ ചിലവാക്കുന്ന ഒരു എനർജിയാണ്. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി നിങ്ങൾ പൈസ ചിലവാക്കുന്ന ഒരു എനർജി ഇതിൽ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പല സൈഡിൽ നിന്നും പൈസ നിങ്ങളുടെ കൈകളിൽ എത്തുന്ന ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങളെടുത്ത ആ ഒരു എഫേർട്ടിന് നിങ്ങൾക്ക് ഫലം ലഭിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ സാമ്പത്തിക വിഷമത്തിലൊക്കെ ഇരിക്കുന്ന ആളുകൾക്ക് നിങ്ങളുടെ ആവശ്യങ്ങൾ നടന്നു കിട്ടുന്നതിനുള്ള ആ ഒരു പണം നിങ്ങൾക്ക് ലഭിക്കാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. പിന്നെ പേജ് ഓഫ് വാൻസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങൾ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റുന്ന പുതിയ എന്തെങ്കിലും ഒരു ന്യൂസ് ഈ സമയം കിട്ടുന്ന ഒരു എനർജിയുമുണ്ട്. ചിലപ്പോൾ നിങ്ങളത് പ്രതീക്ഷിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങളുടെ ക്രിയേറ്റീവായിട്ടുള്ള കഴിവുകളെ പുറത്ത് കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ പാസ്റ്റിൽ നിർത്തിയിട്ടിരുന്ന കുറേ കാര്യങ്ങൾ നിങ്ങൾ റീസ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുന്നു എന്നുള്ളതാണ്. ശരിക്കും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ സന്തോഷത്തിനനുസരിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് തിരിഞ്ഞു വരുന്ന ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ പല കാര്യങ്ങളും ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ ആലോചിക്കുന്ന ഒരു എനർജിയാണ്. അങ്ങനെ റീസ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. ചില ആൾക്കാർക്ക് പ്രാർത്ഥനകൾ ചെയ്തുകൊണ്ടിരുന്നിട്ട് അത് സ്റ്റോപ്പ് ചെയ്ത ആൾക്കാർ വീണ്ടും അത് റീസ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും കാര്യങ്ങൾ പഠിച്ചതായിരിക്കാം. അത് നിങ്ങൾക്ക് മുടങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ഈ സമയം അതൊന്ന് റീസ്റ്റാർട്ട് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നതാവാം. അപ്പോൾ അങ്ങനത്തെ ഒരു എനർജിയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. പിന്നെ ജസ്റ്റിസും വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ജസ്റ്റിസ് കിട്ടും എന്നാണ്. നിങ്ങൾ ഒന്നിനെക്കുറിച്ചും ആലോചിച്ച് ഓവർ തിങ്ക് ചെയ്ത് വറീഡ് ആവേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ കർമ്മഫലം നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നല്ല കർമ്മമാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കതിൻ്റെ കർമ്മഫലം കിട്ടുമെന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന കാര്യം നിങ്ങളിലേക്ക് എത്തും എന്ന് തന്നെയാണ് കാണുന്നത്. ഇതിൽ കുറേ ആൾക്കാർക്കും നീതിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ആളുകളാവാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിലാകട്ടെ അല്ലെങ്കിൽ വേറെ ഏത് കാര്യത്തിലായാലും നിങ്ങളൊരു നീതി വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് കിട്ടുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്.